താലി മാഹാത്മ്യം. രചന ലക്ഷ്മി ശ്രീനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഒരിക്കലും നിന്റെ ഈ ആഗ്രഹം നടക്കില്ല. കാശി സ്നേഹിച്ചോ ആഗ്രഹിച്ചോ അവൾക്കൊപ്പം ജീവിക്കാനാ. അതേ നടക്കൂ, ദേവൻ ഉറപ്പിച്ച് പറഞ്ഞു. അതിനവൾ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ ഇനി ഒരുമിച്ചൊരു ജീവിതം? അവൾ പൂച്ചത്തിൽ പറഞ്ഞിരുന്നു. ഹരി അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. ഹരി വീണ്ടും തല്ലാൻ തുടങ്ങിയതും ദേവൻ അവനെ പിടിച്ചു മാറ്റി. നീ ഒരു പെണ്ണാണോടി പുല്ലേ? സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ അത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത്? നിന്റെ പെങ്ങളും ആംഗ്ലിയായി കാണേണ്ടവന്റെ പിന്നാലെ പട്ടിയെ പോലെ നടക്കുമല്ലേ? അത് തടയാൻ നോക്കണം ആദ്യം. ദുർഗ വല്ലാത്ത ദേഷ്യത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു ഹരിയോട്. ഹരി ആകെ അടിയിട്ടിയ പോലെ മറുപടി പറയാനാവാതെ തലകുനിച്ചു. ദുർഗ, ദേവൻ വിളിച്ചു. ഹരിയോട് എന്തോ ദേഷ്യത്തിൽ പറയാൻ തുടങ്ങിയ ദുർഗ അത് നിർത്തി. നിനക്ക് എന്തിനാ ഭദ്രയോട് ഇത്ര ദേഷ്യം? അവൾ നിന്റെ കൂടെപ്പിറപ്പല്ലേ? ദേവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. കൂടെപ്പിറപ്പ്? എനിക്ക് എങ്ങനെ അവളോട് ദേഷ്യം തോന്നാതിരിക്കും? സന്തോഷം മുഴുവൻ അവൾക്ക്, ദുഃഖം മുഴുവൻ എനിക്ക്, ദുർഗ പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ എന്താ നടന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ ഭദ്ര ഈ കഴിഞ്ഞ വർഷങ്ങൾ അത്രയും അനാഥ തന്നെയായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ആ പാവത്തിനോട് നിനക്ക് ദേഷ്യം തോന്നേണ്ട ആവശ്യം? അവനവരെ സംശയം ചോദിച്ചു. അനാഥ? 7ാമത്തെ വയസ്സിൽ എന്നിൽ നിന്ന് അനാഥ എന്ന ലേബൽ മാറി. കാരണം 7ാം വയസ്സിൽ എന്നെ അവിടെ നിന്ന് ഒരു ഫാമിലി കൊണ്ടുപോയിരുന്നു. അവിടുന്ന് എൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത്. ദുർഗ അവിടെ കഥ പറയാൻ തുടങ്ങി. ഹരിയും ദേവനും കേൾവിക്കാരെ പോലെ അവളെ നോക്കിയിരുന്നു. ഡോക്ടർ മനോജ്, ഭാര്യ ഗായത്രി. കല്യാണം കഴിഞ്ഞ് നാളുകളേറെയായിട്ടും കുട്ടികളുണ്ടാതെ വന്നപ്പോൾ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാ അവരെന്നെ കൊണ്ടുപോയി 5 വർഷം എനിക്ക് സുഖവും സന്തോഷവും തന്നു. ആശിച്ചതൊക്കെ കിട്ടി. അവർക്ക് അവരുടെ ചോരയിൽ കുഞ്ഞു പിറന്നോടെ ഞാൻ അവിടെ അടുക്കളക്കാരിയായി. എന്നിട്ട് ഞാനതിൽ സന്തോഷം കണ്ടെത്തി ജീവിച്ചു. പക്ഷെ അച്ഛനായി കണ്ടവൻ കുടിച്ച് ബോധമില്ലാതെ കാമം തലക്ക് പിടിച്ചൊരു ഭ്രാന്തനെ പോലെ എൻ്റെ നേരെ വന്നു. അപ്പൊ സ്വന്തം മാനെ രക്ഷിക്കാനായി ഒന്നും നോക്കിയില്ല. സ്വയരക്ഷക്ക് തലയിണക്കടിയിൽ സൂക്ഷിച്ച കത്തി അയാളുടെ നേരെ വീശി. എൻ്റെ സമയം നല്ലതായതുകൊണ്ട് വീശിയപ്പോൾ കൊണ്ടത് അയാളുടെ കഴുത്തിൽ. ഒറ്റയടിക്ക് തന്നെ അയാൾ തീർന്നു. പിറ്റേന്ന് തന്നെ പോലീസ് എത്തി എന്നെ കൊണ്ടുപോയി. 13ാം വയസ്സിൽ ജയിലിൽ മറ്റ് തടവുകുട്ടികളുടെ കുത്തുവാക്കുകൾ, ഉപദ്രവം, പഴിചാരൽ, അടിമപ്പണി ഇതൊക്കെ എനിക്ക് സമ്മാനിച്ച ആരാ? എന്നെ ജനിപ്പിച്ച തന്തയും തള്ളയും മക്കളെ വേണ്ടെങ്കിൽ ആ പണിക്ക് നിൽക്കരുതായിരുന്നു. അങ്ങനെയുള്ള അവരോട് എനിക്കെന്തിനാ സ്നേഹം? ശരിക്കും അവളോട് എന്തും മറുപടി എന്നറിയാത്ത അവസ്ഥയിൽ ഇരിപ്പാണ് ദേവന് ഹരി. അവളുടെ പ്രായത്തിൽ അവൾ അനുഭവിക്കേണ്ടതല്ല അനുഭവിച്ചത്. പക്ഷെ ഇതിനൊക്കെ കാരണം തൻ്റെ അമ്മാവിനും അമ്മായിയും തന്നെയല്ലേ? ജയിലിൽ നിന്ന് ഇറങ്ങി പിന്നെ പോയത് എങ്ങോട്ടായിരുന്നു? ഹരി ചോദിച്ചു. ദുർഗാവിനെ തർപ്പിച്ച് നോക്കി. ജയിലിൽ നിന്ന് എന്നെ തേടി ജുവൈനൽ ഹോമിൽ നിന്ന് 4 വർഷം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. പക്ഷെ എങ്ങോട്ട് പോകണം, ആരുണ്ട് ഇനി തനിക്കെന്നൊക്കെ ആലോചിച്ച് പുറത്തു വന്ന് എന്നെ തേടി വന്ന് ഒരാളായിരുന്നു. മാധവൻ എന്ന മാധവച്ചനായിരുന്നു. ആരാണെന്നോ എന്തിനെന്നെ തേടി വന്നെന്നോ അറിയില്ല. ആ മനുഷ്യൻ കൊണ്ടുപോയത് അവിടെ തമിഴ്നാട്ടിലെ വീട്ടിലേക്കായിരുന്നു. അവിടെ ആകുമ്പോൾ കൊലയാളി എന്ന പേരുമില്ല, ആരും തിരിച്ചറിയില്ലെന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ നടന്നു. അച്ഛനൊരു മോള് കൂടെ ഉണ്ടായിരുന്നു, വാസുകി. ഏകദേശം എൻ്റെ പ്രായം ഉണ്ടായിരുന്നു അവൾക്ക്. ആരോരും ഇല്ലാത്ത എന്നെ പൊന്നുപോലെ അവർ നോക്കി. 2 മക്കളെയും ഒരുപോലെ വളർത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിൽ താമസിക്കുന്ന എനിക്ക് ജന്മം നൽകിയ അച്ഛനെയും അമ്മയും ഞാൻ കാണുന്നു. അവരുടെ സ്നേഹപ്രകടനം, പഞ്ചാരവാക്കൊക്കെ എനിക്ക് അവരോടുള്ള ദേഷ്യം കൂട്ടിയതല്ലാതെ കുറച്ചില്ല. എങ്കിലും മാധവച്ചൻ പറഞ്ഞ ഞാൻ എന്തും അനുസരിക്കും. അങ്ങനെയാ അന്ന് അവർക്കൊപ്പം ഞാൻ ഈ നാട്ടിൽ വന്ന്. ആദ്യം പോയത് ഏതോ വൈദ്യുതി വീട്ടിലായിരുന്നു. പിന്നെ അവിടെയായിരുന്നു കുറേ നാൾ. അതിനിടയിൽ അമ്മായി എന്ന് പറയുന്ന അവരുടെ അച്ഛനും അമ്മയും മരിച്ചൊക്കെ അറിഞ്ഞു. ദുർഗ നിർത്തി. അതിനുശേഷം ഒരിക്കൽ ഞാനും അവരും കൂടെ ഇവിടെ എത്തുന്നു നിങ്ങളെ കാണാൻ. അന്ന് എന്നെക്കാൾ കൂടുതൽ അവർക്കിഷ്ടം ഭദ്രയായിരുന്നു. അവരുടെ ഓരോ വാക്കിലും അത് അറിഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയതാ എനിക്ക് അവളോടുള്ള പക. എനിക്ക് നഷ്ടമായ സ്നേഹം, പരിഗണന അതെല്ലാം എന്നിൽ വന്ന് ചേരാൻ തുടങ്ങിയപ്പോൾ അതിൽ പങ്കുപറ്റാൻ അവൾ സഹിക്കോ ഞാൻ? ദുർഗയുടെ ഭാവം മാറി. നീ ഈ പറയുന്നൊക്കെ ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ നീ എന്നൊരു സഹോദരി ഉണ്ടെന്നും അവിടെ അച്ഛനമ്മ ആരാന്നൊക്കെ ആ പാവ അറിഞ്ഞ് ഈ അടുത്ത സമയത്താ. അപ്പോൾ പിന്നെ നിനക്ക് അവളോട് ദേഷ്യം തോന്നേണ്ട കാര്യം എന്താ? ദേവൻ ചോദിച്ചു. എന്നെ കൂടെ ഇരുത്തി അവളെ സ്നേഹിക്കുന്ന എനിക്ക് സഹിക്കുമോ? എൻ്റെ മുമ്പിൽ ഇരുന്നു അല്ലാതെയൊക്കെ അവരുടെ സംഭാഷണം എന്താണെന്നറിയോ? അവളെ കണ്ട് സംസാരിക്കണം, കാശിനാഥനെ കൊണ്ട് കെട്ടിക്കണം. എന്താ അവരുടെ മുമ്പിലുണ്ടായിരുന്ന എന്നെക്കുറിച്ച് ആലോചിക്കാതിരുന്നു? ഞാനാണെന്ന് പറഞ്ഞ് അവരോട് കാശിക്കാളും ഇഷ്ടമാണെന്ന്. അതിൻ്റെ പേരിലാവും അവർ. എന്തേ അവളുടെ രൂപം, ഭാവം, ചായയുള്ള എനിക്ക് വേണ്ടി കാശിനാഥനെ ആലോചിച്ചില്ല? നീ പറയുന്ന ഒരു ന്യായമില്ലാത്ത വിഡ്ഢിത്തരങ്ങളാ. അത് കേൾക്കുന്ന നിങ്ങൾക്ക് എനിക്ക് കാശിനാഥനെന്ന് എഴുതിത്തരും. പകരം അവൾ ഈ ഭൂമിയിൽ നിന്ന് പോകണം എന്നൊരൊറ്റ ഉടമ്പടിയുടെ പുറത്താ ഞാൻ അവളെ പോലെ അഭിനയിച്ച് അവളായി ജീവിച്ച് കാശിയുടെ അടുത്തെത്തിയത്. പക്ഷേ അവനെന്നെ തിരിച്ചറിഞ്ഞു. അവനെൻ്റെ അടുത്തേന്ന് വരും. കാരണം അവളെ ഇനി ജീവനോട് അവൻ കാണില്ല. ഞാനൊരുത്തിയെ ജോണിൻ്റെ മകളായുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി 3 പേരെ കൊന്നതാ ആ ഗുണ്ടകൾ. അപ്പം പിന്നെ കൈ കെട്ടി അവളെ വെറുതെ വിടുവോ? അവളുടെ ശവമായിരിക്കും ഇനി കാശി കാണുന്നത്. ദുർഗയുടെ സംസാരവും ഭാവമൊക്കെ അവർ ടെൻഷനാക്കി. പോയിരിക്കുന്നത് കാശിനാഥനാ. അവനവൻ്റെ പെണ്ണിനെയും കൊണ്ട് ഇനി മടങ്ങി വരും.
അതോടെ നിന്റെ ധാരണകൾ മാറും. നിന്നെ ഈ കളിയിലേക്ക് ഇറക്കി വിട്ടത് ആരായാലും അയാൾ നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. ചിലപ്പോൾ സത്യങ്ങൾ അറിയുമ്പോൾ നീ ഇപ്പൊ പറഞ്ഞ ഓരോ വാക്കിനും വലിയ വില കൊടുക്കേണ്ടി വരും. ദേവനൊരു താക്കി ഇതുപോലെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഹരിയും പിന്നാലെ ഇറങ്ങി മുറിയടച്ചു. ദേവ, അവളെല്ലാം പറഞ്ഞിട്ടില്ല, എന്തൊക്കെയോ എവിടേക്കോ ബാക്കി വെച്ചിട്ടുണ്ട്. ഹരി പറഞ്ഞു. അറിയാം, അവളെല്ലാം പറയില്ല. അവൾക്ക് ജന്മം നൽകിയവരോടും കൂടപ്പിറപ്പിനോട് പോലും പകളാത്താൻ പാകത്തിന് കെട്ടുകഥകൾ അവളിൽ നിറച്ചിട്ടുണ്ട്. അതിന്നൊരു പ്രതികാരമായി മാറിയിട്ടുണ്ട്, ദേവൻ പറഞ്ഞു. അല്ല ദേവ, അന്നപ്പോൾ അവിടെ മരിച്ചത് ആരൊക്കെയാ? ഹരി ചോദിച്ചു. ദേവൻ അവനെ നോക്കി. ഭദ്രയുടെ സ്വന്തം അച്ഛനും അമ്മയും. ഹരി ഞെട്ടലോടെ അവനെ നോക്കി. അപ്പോഴേക്കും ദുർഗയുടെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഹരി വേഗം മുറിയിലേക്ക് പോയി. പിന്നാലെ ദേവനും. അവിടെ അവളെ കെട്ടിവെച്ചിരുന്ന ചെയറിൽ നിന്ന് അവൾ താഴെ വീണ് കിടപ്പുണ്ട്. അപ്പോഴാണ് താഴെ പരന്നു കിടക്കുന്ന ചോര കണ്ടത്. ദേവനും ഹരിയും വേഗം അവളുടെ അടുത്തേക്ക് പോയി. ദുർഗ, ദുർഗ! ദേവൻ അവളെ കയ്യിലേക്ക് എടുത്ത് കിടത്തി കവിളിൽ തട്ടി വിളിച്ചു. നെറ്റിയിൽ നിന്നും മൂക്കിൽ നിന്നും ചോര വരുന്നുണ്ട്. കൂടുതലൊന്നും ആലോചിക്കാതെ ദേവനും ഹരി അവളെടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. കാശി കോട്ടയത്തു നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ എത്തിയത് റയാന്റെ വീടിന് മുമ്പിലായിരുന്നു. ആ സമയത്താണ് ഹരിയുടെ കോള് വരുന്നത്. ദുർഗ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കാശിക്കാകെ ടെൻഷനായി. ഹരിയോട് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ വെച്ചു. കുറച്ച് വൈകിയാണ് കാശി അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ വേറെ എവിടെയെങ്കിലും മുറിയെടുക്കാമെന്നാണ് കരുതിയത്. പിന്നെ കാര്യങ്ങൾ പെട്ടെന്ന് തീർപ്പാക്കാൻ റയാന്റെ വീട്ടിലുള്ളവരെ കാണാമെന്ന്. കുടുംബ വീട്ടിലാണ് കേട്ടോ റയാനും ഫാമിലിയും. അവിടുത്തെ അഡ്രസ്സാണ് കാശിയുടെ കയ്യിലുള്ളത്. കാശി രണ്ടും കൽപ്പിച്ച് കോളിംഗ് ബെൽ അടിച്ചു. 2 ബെല്ല് കേട്ടതും വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന് റയാനായിരുന്നു. റയാൻ ബാഗൊക്കെ പിടിച്ചു നിൽക്കുന്ന കാശിയെ കണ്ട് സംശയത്തിലൊന്ന് നോക്കി. ആരാ, മനസ്സിലായില്ല? റയാൻ ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ കാശിനാഥൻ, കുറച്ച് ദൂരെന്നാ, ചന്ദ്രോ തറവാട്ടിൽ നിന്ന്. തറവാട്ട് പേര് കേട്ടെന്ന് റയാൻ ഞെട്ടിക്കൊണ്ട് കാശിയെ നോക്കി. റയാന്റെ ഞെട്ടിൽ വ്യക്തമായി കണ്ട കാശി അവനെ സൂക്ഷിച്ചു നോക്കി. ഇന്ദു ചാൻഡിയുടെ? റയാൻ കാശിയെ നോക്കി ചോദിച്ചു. മരുമകൻ. കാശി പറഞ്ഞു കഴിഞ്ഞു. റയാൻ കാശി അകത്തേക്ക് ക്ഷണിച്ചു. വാ, അകത്തേക്ക് വാ. കാശി ബാഗ് കൊണ്ട് അകത്തേക്ക് കയറി. മമ്മ, പപ്പ! റയാൻ ഉറക്കെ വിളിച്ചു. അവരോരുത്തരായി പുറത്തേക്ക് വന്നു. എന്താടാ കിടന്ന് വിളിച്ചു പോകുന്നേ? പപ്പ ദേഷ്യത്തിൽ ചോദിച്ചു. ദേ, ഇതാരാണെന്ന് മനസ്സിലായോ? കാശിയെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. മമ്മ, ഇത് കാശിനാഥൻ, ഹിന്ദു അനിയുടെ മരുമകനാ. അത് കേട്ടത് രണ്ടുപേരുടെയും മുഖത്ത് ഞെട്ടലും സന്തോഷവും നിറയുന്ന കാശി കണ്ടു. മോനെ? റീനാവിനെ തലോടിക്കൊണ്ട് വിളിച്ചു. കാശി അവരെ നോക്കി. ജോൺ ഹിന്ദു എവിടെ? തറവാട്ടിലേക്ക് പോവാനാണ് അവസാനം വിളിച്ചവ പറഞ്ഞ്. അതിനുശേഷം ഇതുവരെ ഒരറിവുമില്ല. അവരെവിടെയാ? റീനയുടെ ചോദ്യത്തിന് എന്ത് ഉത്തരം പറയണമെന്നറിയാതെ അവനവരെ നോക്കി. ആന്റി, അവരെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഞാനിപ്പോൾ ഈ നാട്ടിൽ വന്ന് മറ്റൊരാവശ്യത്തിനാ, കാശി പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും അവനെ സംശയത്തിൽ നോക്കി. റീനെ, നീ മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്, യാത്ര കഴിഞ്ഞ് വന്നല്ലേ. അയ്യോ മോനിരിക്ക്, ആന്റി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. റീന അതും പറഞ്ഞ് അകത്തേക്ക് പോയി. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തോമസ് അവൻ്റെ അടുത്തേക്കിരുന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. കാശി ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം പറഞ്ഞു. എല്ലാം വിശദീകരിച്ചില്ല, ഒന്ന് ചുരുക്കി പറഞ്ഞു. അതിൽ നിന്ന് കാര്യമായ പ്രശ്നമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ദാ മോനെ, ഇത് കുടിക്ക്. റീന ജ്യൂസ് കൊണ്ടുകൊടുത്തു. അവൻ ജ്യൂസ് കുടിക്കുന്ന സമയം കൊണ്ട് തോമസ് കാശി വന്ന് എന്തിനാണെന്ന് പറഞ്ഞു. മോനെ, ഞങ്ങൾ ആദ്യം ഹിന്ദുവായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം അപ്പച്ചനും അമ്മച്ചിയും മരിക്കുന്നതിന് മുന്നേ വരെ പറഞ്ഞു ഇനി അവരെ അകറ്റി നിർത്തരുതെന്ന്. അങ്ങനെ അവർ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ അന്ന് ഇവിടുന്ന് പോയിട്ട് പിന്നെ അവർ വന്ന് അമ്മച്ചി മരിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു. അന്ന് മക്കളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ആരും ആ മക്കളെ കണ്ടിട്ടുമില്ല. പിന്നെ എങ്ങനെയാ മോനെ ഞങ്ങൾ ആ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്? റീന ചോദിച്ചു. കാശി അവസാന പ്രതീക്ഷയെ നഷ്ടമായ സങ്കടത്തിലിരുന്നു. ഞാൻ ഇറങ്ങുക, എനിക്ക് അവളില്ലാതെ പറ്റില്ല. അവൾ ഈ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും, എന്നിട്ടേ നാട്ടിലേക്കുള്ളൂ. കാശി ഗൗരവത്തിൽ പറഞ്ഞിറങ്ങാൻ തുടങ്ങി. കാശി, റയാൻ അവൻ്റെ കൈ പിടിച്ചു. നീ ഇനി എങ്ങോട്ടാ? ഞാൻ തൽക്കാലം ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങും. എനിക്കൊന്ന് 2 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അവർ പോലീസിലാ. അവരുടെ ഹെൽപ്പ് കിട്ടുമോ നോക്കണം. മോനെ, നിനക്ക് ഞങ്ങളാരും അന്യരല്ലല്ലോ. ഇത് നിങ്ങൾ കൂടെ അവകാശപ്പെട്ട വീടാ. അപ്പൊ പിന്നെ മോൻ ഇവിടെ നിന്നൂടെ? തോമസ് ചോദിച്ചു. അതെ കാശി, ഞങ്ങൾ ആരും നിനക്ക് അന്യരല്ല. ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കവളെ കണ്ടുപിടിക്കാം, റയാൻ പറഞ്ഞു. കാശി ഒന്ന് അമർത്തി മൂളി. സിയ, കാശിക്ക് മുകളിൽ മുറി കാണിച്ചു കൊടുക്ക്. സിയ ചിരിയോടെ കാശിയെ നോക്കി. ചേട്ടായി വാ. സിയോടൊപ്പം കാശി നടന്നു. ചേട്ടായി ടെൻഷനാവണ്ട, നമുക്ക് ചേച്ചി കണ്ടുപിടിക്കാം. എൻ്റെ ചാച്ചൻ വിചാരിച്ച നടക്കും. ആള് കാണും പോലെ ഒന്നല്ല, ഡോക്ടറാണ്, ഡോക്ടർ. പിന്നെ നിറയെ ആളുകളായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ചേച്ചി കണ്ടുപിടിക്കാം കേട്ടോ. കാശി ഒന്ന് അമർത്തി മൂളി.
ഭദ്ര കണ്ണു തുറക്കുമ്പോൾ അവൾ എവിടെയോ കെട്ടിയിട്ടിരിക്കുകയാണ്, തലക്കാ കറക്കം പോലെ. എനിക്ക് വിശക്കണു, ഞാനിത് എവിടെയാ? ഭദ്ര കണ്ണു തുറന്നു വിളി തുടങ്ങി. ആട്ടിങ്ങിരിക്കടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടാ ഇവിടെ സുഖാസിന് കൊണ്ടുവന്നല്ലെന്ന്. അവിടെ ഉണ്ടായിരുന്ന ഒരു തലറി. ഭദ്ര കണ്ണു നിറച്ച് അവനെ നോക്കി. അപ്പോഴേക്കും പഴയ തടിയും കൊണ്ട അവൾക്കുള്ള ഫുഡുമായി വന്നു. മോളെ, പൊറാട്ടയും ചിക്കൻ കറിയാ, തൊണ്ടയിൽ കൊടുക്കാതെ കഴിച്ചോ. ഭദ്രയുടെ മുന്നിൽ പൊറോട്ടയും ചിക്കൻ കറിയും കൊണ്ടുവച്ച് അവളുടെ കയ്യിലെ കെട്ടഴിച്ചു കൊടുത്ത ആ തടിയൻ. ചേട്ടാ, ഈ കെട്ടൂടെ? തടിയൻ അവളെ രൂക്ഷമായി നോക്കി. വേണ്ട വേണ്ട, അവന്റെ നോട്ടം കണ്ടപ്പോൾ അവൾ പറഞ്ഞു. മിണ്ടാന്റെ അടുത്ത് കഴിക്കാൻ നോക്കടി ശാവേ. വേറൊരുത്ത് അവിടെ നിന്ന് ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു. ഭദ്ര അവനെ നോക്കിയിട്ട് കഴിക്കാൻ തുടങ്ങി. അവളുടെ തീറ്റ കണ്ട് തടിയൻ അറിയാതെ വാ തുറന്നു പോയി. അവരൊരു നിമിഷം സംശയിച്ചു, ഇനി ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി അവൾ ചാകുമെന്ന്. അമ്മാതിരി തീറ്റയായിരുന്നു. 10 മിനിറ്റ് തികച്ചെടുത്തില്ല, അവൾ 10 പൊറോട്ടയും കഴിച്ചു. ഓ ചേട്ടാ, എനിക്ക് വിശപ്പും അറിയില്ല, കുറച്ചുകൂടെ വേണം. ഭദ്ര മുന്നിലിരുന്ന ഭക്ഷണം തീർന്നപ്പോൾ പറഞ്ഞു. കൂടെ ഇരുന്നവർ എന്തോ പറയാൻ തുടങ്ങിയതും തടിയൻ തടഞ്ഞു. എന്നിട്ട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അപ്പോഴേക്കും വേറൊരു പൊതി അവൾ കൊടുത്തു. കൊച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. വെള്ളം കുടിച്ച് അവരെ നോക്കി. അവിടെ നിന്ന് ഗുണ്ടകളൊക്കെ ഇതേതാടാ ഭീകരജീവി എന്ന പോലെ അവൾ നോക്കി. ചേട്ടാ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, കൈ കെട്ടുന്നില്ലേ? ഭദ്ര യുദ്ധം കഴിഞ്ഞപ്പോൾ പറഞ്ഞു. തടിയൻ അവളെ നോക്കിയിട്ട് കൈ കെട്ടിവെച്ചു. ചേട്ടാ, ഞാൻ ഏത് പേപ്പറിൽ ഒപ്പിടേണ്ട? അത് കഴിഞ്ഞ് എന്നെ നിങ്ങൾ പറഞ്ഞു വിടില്ലേ? തടിയനെ നോക്കി ചോദിച്ചു. നിന്നെ പറഞ്ഞു വിടാനല്ല ഇവിടെ കൊണ്ടുവന്ന്. മേഡം തീരുമാനിക്കും എന്താ ചെയ്യേണ്ടെന്ന്. ചിലപ്പോ കൊല്ലും. എന്തേ, രക്ഷപ്പെട്ടു പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. അതെ, എനിക്ക് അവസാനമായിട്ടൊരാഗ്രഹമുണ്ട്. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചെന്നാ മതിയോ ശ്രീദുർഗ? പെട്ടെന്ന് വാതിലിന്റെ അടുത്തുനിന്നൊരു സ്ത്രീ ശബ്ദം കേട്ട് ഗുണ്ടകളെല്ലാവരും എണീറ്റ് നിന്നു. ഭദ്ര ആരാ വന്നതെന്നറിയാൻ ആകാംക്ഷയോടെ നോക്കി. എന്താ ദുർഗ മോളെ, ഈ ആന്റി എന്റെ മോള് മറന്നുപോയോ? ഭദ്ര അവരെ നോക്കി. അവൾ ഭദ്രയുടെ മുന്നിൽ വന്നിന്ന് ചോദിച്ചു. അല്ലേ ചേച്ചി, ചേച്ചി ആരെയും ദുർഗ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്? എന്റെ പേര് ദുർഗയല്ല, ഭദ്രയാ, ശ്രീഭദ്ര കാശിനാഥൻ. ഭദ്രയുടെ ചേച്ചി വിളിയും ഒട്ടും പരിചയമില്ലാത്ത പോലെയുള്ള സംസാരവും വന്നവളെ അമ്പരപ്പിച്ചു. എന്താടി നീ എന്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടം കളിക്കുന്നോ? ഞാൻ ഹേമലത, നീ അന്ന് കൊന്നു തള്ളിയ മനോജിന്റെ അനിയത്തി. ആ, എന്നെ നീ മറന്നോ? ഭദ്ര കിളിയൊക്കെ പറഞ്ഞ് അമ്പരുന്നവരെ നോക്കി. ദേ പെണ്ണുപിള്ളെ, എന്നെ കെട്ടിവെച്ച നന്നായി, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ചിലപ്പോൾ വല്ലതും ചെയ്തേനെ. വെറുതെ ഞാൻ ആരെ കൊന്നു നീ പറയുന്നേ? ആരീ മനോജ്? മുഖമടച്ചൊരടിയായിരുന്നു അതിന് ഭദ്ര കിട്ടിയത്. അത് ഭദ്രക്ക് നന്നായി തന്നെ വേദനിച്ചു. അവൾ കണ്ണു നിറച്ച് പേടിയോടെ അവരെ നോക്കി. നീ ആരോടടി അഭിനയിച്ച് തകർക്കുന്നേ? എന്റെ ചേട്ടനെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടുന്ന കരുതിയാണെങ്കിൽ വേണ്ട, നിനക്ക് തെറ്റി. നിന്റെ വളർത്തച്ഛനുണ്ടല്ലോ മാധവൻ, അവന് അവന്റെ ഭാര്യ മരിക്കുന്നവരെ നീ എവിടെയാണെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞുവെങ്കിൽ അവർക്കെങ്കിലും ജീവൻ കിട്ടിയേനെ. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ആള് തെറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തലക്കെന്തോ പ്രശ്നമുണ്ട്. ഭദ്ര പറഞ്ഞു. ആർക്കടി പൊന്ന മോളെ ഇവിടെ തലക്ക് പ്രശ്നം? ഒരുത്തന്നെ കൊന്ന് കുറെ കാലം ജയിലിൽ പോയി കിടന്നപ്പോ എല്ലാം കഴിഞ്ഞു എന്ന് കരുതിയോടി നീ? ഭദ്രയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ചു. ആ വീട്ട് വേദനിക്കുന്നു. വേദനിക്കട്ടെ, നീ അവനെ കൊല്ലാനുള്ള കാരണമായി പറഞ്ഞെന്താ? അവൻ നിന്നെ കയറി പിടിച്ചു എന്നല്ലേ? ആ നാണക്കേടുകാരൻ അധികം വൈകാതെ മരിച്ച ഒരാളുണ്ട്, ഗായത്രി. നിന്നെ മോളെ പോലെ നോക്കി ഒരുത്തി. അവർ രണ്ടും പോയപ്പോൾ അനാഥയായ ഒരുവനുണ്ട്. അവൻ വേദനിച്ചതിന്റെ പാകത്തി പോലും ആയിട്ടില്ല നിന്റെ ഈ വേദന. അവളുടെ മുടിയിൽ കുറച്ചുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ അവളെ നോക്കി അലറി. ഭദ്രയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആ, നിങ്ങൾ ഈ പറയുന്ന എന്നെ കുറിച്ചല്ല. എനിക്ക് നിങ്ങൾ അറിയില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല, ജയിലൊന്നും ഞാൻ കിടന്നിട്ടില്ല, സത്യമായിട്ടും. ഭദ്ര കരഞ്ഞു പറഞ്ഞു. ആരടി നീ പറഞ്ഞു പറ്റിക്കുന്നേ? ഭദ്രയുടെ കവിളിൽ കുത്തിപ്പിടി ചോദിച്ചു. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു. അവളെ നോക്കിയിട്ട് ഫോൺ എടുത്ത് കുറച്ച് മാറിയിരുന്നു. ഹലോ, അവള് തന്നെയാ. പക്ഷെ അവള് പുതിയ പേര്, പുതിയ പെരുമാറ്റമൊക്കെയാ. അവൾക്ക് എന്നെ അറിയില്ല. അവൾ ആരെയും കൊന്നിട്ടില്ല, ജയിലിൽ കിടന്നിട്ടില്ല എന്നൊക്കെയാ പറയുന്നേ. ആ, നീ വാ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അവർ ഫോൺ വെച്ചിട്ട് അവിടെ അടുത്തേക്ക് വന്നു. നിനക്ക് വേണ്ടി ഒരാൾ തിരിച്ചിട്ടുണ്ട്. ഭദ്രയെ നോക്കി വല്ലാത്ത ചിരിയോടെ അവൾ പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.